ഇത് സിറാത്ത് മുസ്തഖീമിന് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളായ ദുആ ചെയ്താൽ തൊട്ടാൽ പൊട്ടുന്ന ദുആയുടെ ഉടമകളായ ഒരു കറാത്ത് പോലും ജീവിതത്തിൽ തപ്പിയാൽ തരിമ്പ് പോലും കാണാൻ കഴിയാത്ത വിശുദ്ധമായ ജീവിതത്തിന്റെ ശുദ്ധാത്മാക്കളായ ഒരു പിടി മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ ഉണ്ടാക്കിയത് അത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ചിത്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഗീർവാണ പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പണക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഇത് സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി തൊട്ടാൽ പൊട്ടുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ സമസ്ത. ഇത് വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഗീർവാണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, പണക്കൊതിക്കും വേണ്ടി ഉണ്ടാക്കിയതല്ല, പിന്നെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവസാനം പറഞ്ഞത് മാത്രമാണ് കളവ്. ഇത് അള്ളാഹ്ക്കും വേണ്ടി ഉണ്ടാക്കിയതാണോ അത് അല്ലാത്തവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ സാധാരണ പറഞ്ഞ വർത്താനാണ്. മഹാന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ ഇത് അള്ളാഹിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ഉണ്ടാക്കിയാണ് സമസ്ത. ഇനി എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? അത് ഇവര് തന്നെ പല പ്രാവശ്യം എഴുതിയതും പ്രസംഗിച്ചതുമായ സത്യം വേറുണ്ട്. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഇത് അല്ലാത്ത ആളുകളെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്ത. ജാറങ്ങളിലും നേർച്ചപ്പൂരങ്ങളിലും ഉറൂസുകളിലും ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സമുദായത്തെ അള്ളാഹുലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി സാത്വികരായ മുവഹിദുകൾ ഒരു പ്രസ്ഥാനമുണ്ടാക്കിയപ്പോ അതിൽ കണ്ണുകടി മൂത്ത്, അസൂയ മൂത്ത്, അസഹിഷ്ണുത മൂത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തന്നെ തിരിച്ചു വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അത് വേറെ മുസ്ലിയാർ തന്നെ പറയട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇതാണ് സത്യം. ഇതിനു വേണ്ടിയിട്ടാണ് സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ട്? യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആവേശത്തോടെ വിളിക്കുന്ന ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ കളവാ. അങ്ങനെ ഉണ്ടാക്കാനുള്ള പശ്ചാത്തലം എന്താ? അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്ന ഒരു സമുദായത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ വാർത്തെടുക്കുമോ എന്ന് ഭയപ്പെട്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചു വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്തയുടെ 1 നൂറ്റാണ്ട് കാലത്തെ ഇന്നോളമുള്ള പ്രവർത്തനം പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന സംഗതിയാണത്. അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചിട്ടില്ല, അല്ലാത്ത ആളുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്.